ഇതൊന്നും രണ്ടിന്റെ അല്ല, ഒന്നാം സർക്കാരിന്റെ കാലത്ത് തന്നെ തുടങ്ങി. ഏത് ഇങ്ങനെ ടോള് പിരിക്കാതെ നിങ്ങൾ ഗ്രാന്റ് കൊടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അതിനുവേണ്ടി വായ്പ എടുക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഞാനും അസംബ്ലി വാഗ്വാദം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു CAG പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യം. അത് ശരി, CAGയെ പറഞ്ഞു പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അപ്പൊ CAG ഒരു പൊസിഷൻ എടുത്തു, കേന്ദ്ര സർക്കാർ അത് അംഗീകരിച്ചു. അപ്പൊ ഇനി നമ്മള് പഴയതുപോലെ ഇരുന്നാൽ എന്താ സംഭവിക്കാം? ചെറിയ തുകയില്ലത്, ചെറിയ ഇടപെടലെല്ലാം നടത്തുന്നത്, അത് മുഴുവനും നമ്മുടെ നോർമൽ ബഡ്ജറ്റിൽ നിന്ന് വെട്ടിക്കുറയ്ക്കപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രതിസന്ധി മൂർച്ഛിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ശരി, ജനങ്ങളുടെ മേൽ അധികം ഭാരം വരുത്താൻ പറ്റാത്ത രീതിയിൽ ഇതിന്റെ മോഡലിൽ ഒരു പരിഷ്കാരം കൊണ്ടുവരാം. അപ്പൊ കേന്ദ്രം എന്ത് ചെയ്യും? അങ്ങനെ ചെയ്താലും ഞങ്ങൾ സമ്മതിക്കുമെന്ന് പറയൂ. നമുക്ക് കോടതി നോക്കാം. സോ കേന്ദ്രം നമ്മളെടുത്ത നിലപാടിനെ തിരസ്കരിച്ചു, നമ്മളെടുത്തിയ വാദത്തെ തിരസ്കരിച്ചു. പിന്നെ ഞാനിതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അർത്ഥമുള്ളത്? അത് അസാധുമായി. ഇത് കടമെടുപ്പ് പരിധിയൊന്നും കേരളം മറികടന്നിട്ടില്ലെന്ന്. ഇതിന് പുറത്തുള്ളതല്ലേ കേരള സർക്കാരിന്റെ എത്ര സ്ഥാപനങ്ങളുണ്ട്? അവയെടുക്കുന്ന വായ്പയൊക്കെ കേരള സർക്കാരിന്റെ വായ്പയാണോ? അല്ലല്ലോ. കിഫ്ബിയും അതുപോലത്തെ ഒരു സ്ഥാപനമാണ്. അപ്പൊ കേന്ദ്രം പറയുന്നത് അല്ല, മറ്റ് പൊതുമേഖലാ സ്ഥാപനമൊക്കെ അവർക്ക് വരുമാനവും ചെലവുമുണ്ട്. ഇവിടെ വരുമാനം മുഴുവൻ സംസ്ഥാനത്തിന്റേതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പറ്റുന്നു. സോ അതിന്റെ മോഡലിൽ ഒരു മാറ്റം വരുത്തുന്നു. 75 വർഷം കൊണ്ടാണെങ്കിലും വരുമാനം ഉണ്ടാവും. അപ്പോ കടമെടുപ്പ് പരിധി പെടില്ല. അങ്ങനെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഇത് മാറിക്കഴിഞ്ഞാലോ പെൻഷൻ കൂട്ടാം. ഇന്നത്തെ പ്രതിസന്ധി മാറിക്കിട്ടും. ഇന്നത്തെ പ്രതിസന്ധിയുടെ ഒരു മൂലകാരണം ഇതാണ്. അപ്പൊ അതിൽ നിന്ന് മാറാം. ഇങ്ങനെയല്ലേ ഈ കേരളത്തെ ഊച്ചുവിലങ്ങിടാനുള്ള കേന്ദ്രത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് പണ്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടാ. മാറുന്നതനുസരിച്ച് നിലപാടും മാറി ഫൈറ്റ് ചെയ്യണം. കിഫ്ബി ടോൾ പിരിവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് മുൻ ധനമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കിഫ്ബിക്ക് ബദൽ എന്ത് എന്നുകൂടി UDF വ്യക്തമാക്കണമെന്ന് പറയുന്നു. ടോൾ പിരിവിന് വിചിത്രമായ ഒരു ന്യായം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേന്ദ്രത്തിനുള്ള സന്ദേശം, കേന്ദ്രത്തിനുള്ള മറുപടിയാണ് ഈ ടോൾ പിരിവ്. റവന്യൂ ടോൾ പിരിവ് എങ്ങനെയാകണമെന്ന് കേന്ദ്രത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ജനങ്ങളുടെ മേൽ ഈ ടോൾ പിരിക്കാൻ തയ്യാറെടുക്കുന്നത് എന്നുകൂടിയാണ് മുൻ ധനമന്ത്രി വ്യക്തമാക്കിയത്. പാറശാല ഷാരോൺ വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒന്നാം പ്രതി ഗ്രീഷ്മയുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഗ്രീഷ്മയുടെ അപ്പീലിൽ പ്രോസിക്യൂഷന് ഹൈക്കോടതിയുടെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. മൂന്നാം പ്രതി നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷാവിധി മരവിപ്പിച്ചു. നിർമ്മലകുമാരൻ നായർക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ അടക്കം സമീപിക്കാവുന്നതാണ്. ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, ഗ്രീഷ്മ ഹർജി നൽകിയത് ഫയലിൽ സ്വീകരിച്ചു, ഒപ്പം നിർമ്മലകുമാറിന്റെ ശിക്ഷ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? അഭിലാഷ ഷാരോൺ വധക്കേസിൽ ആണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. മൂന്നാം പ്രതി നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷാവിധി മരവിപ്പിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി.